ഈ വീഡിയോയിൽ ഇസ്രായേലും സൗത്ത് ആഫ്രിക്കയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഹോട്ട് ന്യൂസ്. അതായത് ഇസ്രായേൽ ഒരു 150 പാലസ്തീനികളെ ഫ്ലൈറ്റിൽ കയറ്റി സൗത്ത് ആഫ്രിക്കയിൽ കൊണ്ട് ഇറക്കി വിട്ടു. കാരണം ഈ സൗത്ത് ആഫ്രിക്ക എപ്പോഴും ഇസ്രായേലിനെതിരെ അന്താരാഷ്ട്ര കോടതികളിലൊക്കെ പോയി ചെന്നിട്ട് പാലസ്തീനിയൻ സ്റ്റേറ്റ് വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് ഇസ്രായേലിനെതിരെ എവിടെ പോയാലും, ഇപ്പം യുണൈറ്റഡ് നേഷൻസിലൊക്കെ ഇസ്രായേലിനെതിരെ ഭയങ്കരമായ ഭാഷയിൽ അതിരൂക്ഷമായ വിമർശനങ്ങൾ മുൻവെക്കുന്ന ഒരു രാജ്യമാണ് സൗത്ത് ആഫ്രിക്ക. അപ്പം റാമഫോസ അവിടെ സർപ്രൈസ് ആയിരിക്കുകയായിരുന്നു. അതായത് ഇസ്രായേലിൽ നിന്ന് ഒരു ഫ്ലൈറ്റ് വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇൻഫർമേഷൻ കൊടുത്ത് സൗത്ത് ആഫ്രിക്ക അതിനെ അക്സെപ്റ്റും ചെയ്തു. അപ്പോൾ അങ്ങനെയാണ് ഇസ്രായേൽ ഓൺ ബോർഡിൽ ഇത്രയും പാലസ്തീനികളെ കയറ്റി സൗത്ത് ആഫ്രിക്കയിലേക്ക് വിടുന്നത്. ഈ 24/7 പാലസ്തീനികളെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന സൗത്ത് ആഫ്രിക്കയ്ക്ക് ഈ റെഫ്യൂജികളെ അങ്ങോട്ട് ഏറ്റെടുക്കാൻ വയ്യ. അത് ഇസ്രായേൽ കൊണ്ട് ഇറക്കി വിട്ടത് ഒരു രേഖകളും ഇല്ലാണ്ടാണ്. നോ പാസ്പോർട്ട്, നോ വിസ, അതുമാതിരിപ്പെട്ട ഒരു രേഖകളൊന്നും തന്നെ ഇല്ലാതെ നേരെ സൗത്ത് ആഫ്രിക്കൻ എയർപോർട്ടിൽ കൊണ്ടങ്ങ് ഇറക്കി വിട്ടു. എന്നിട്ട് ഇസ്രായേൽ ഫ്ലൈറ്റ് എടുത്ത് മടങ്ങി. ആദ്യം സൗത്ത് ആഫ്രിക്ക ഇവരെ ഫ്ലൈറ്റിൽ നിന്ന് താഴെ ഇറക്കാൻ വേണ്ടിയിട്ട് സമ്മതം നൽകിയില്ലായിരുന്നു. കാരണം ഇത് ഗാസ നിവാസികളാണ്, അപ്പോൾ ഇവർ പാലസ്തീനികളാണ്, അപ്പോൾ ഇവിടെ റെഫ്യൂജികളായിട്ട് വന്നിരിക്കുന്നതാണെന്ന് അറിഞ്ഞിട്ട് അവർ റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. ആ രാജ്യത്തെ ശരിക്കും പല ഇസ്ലാമിക് ഓർഗനൈസേഷൻസും തഴച്ച് വളരുന്ന ഒരു രാജ്യമാണ് സൗത്ത് ആഫ്രിക്ക. ഡോക്ടർ സാക്കിർ നായിക്കിൻ്റെ ഗുരുവൊക്കെ താമസിച്ചിരുന്ന രാജ്യമാണ് സൗത്ത് ആഫ്രിക്ക. അവർക്ക് നല്ല രീതിയിലുള്ള പിടിപാട് അവിടെ ഉണ്ട്. അപ്പോൾ അത് ഒരു വിഭാഗം ജനങ്ങൾ ശരിക്കും ഒരു പ്രതിഷേധം അവിടെ രേഖപ്പെടുത്തി. അതായത് ഗാസ ജനങ്ങളെ അങ്ങനെ തിരിച്ചയക്കാൻ പാടില്ല, പാലസ്തീനെ സപ്പോർട്ട് ചെയ്യുന്ന ഗവൺമെൻറ്റിൻ്റെ നിലപാടിനോടൊപ്പം നിൽക്കുന്ന ഞങ്ങൾ ഈ രീതിയിൽ ഗവൺമെൻറ് തീരുമാനമെടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ മറിച്ച് ചിന്തിക്കാനും ഞങ്ങൾക്ക് ഒരു മടിയുമില്ല എന്നുള്ള രീതിയിലുള്ള പ്രതിഷേധമാണ് അവിടെ നടത്തിയത്. അതിനെ തുടർന്ന് ഈ ഫ്ലൈറ്റിലുള്ള ഈ 150 പാലസ്തീനികളെയും ഇറക്കി അവിടെ അവർക്ക് റെഫ്യൂജി കൺസിഡറേഷൻ കൊടുത്ത് അവരെ ആ രാജ്യത്ത് അക്കോമഡേറ്റ് ചെയ്യുന്നതായിട്ട് സൗത്ത് ആഫ്രിക്കയ്ക്ക് അനൗൺസ് ചെയ്യേണ്ടി വന്നു. അതായത് നെതന്യാഹുവിൻ്റെ ഓരോ കോമഡി എന്ന് മാത്രമേ ഇതിനെ പറയാനുള്ളൂ. കാരണം നെതന്യാഹു ഇങ്ങനെ പല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. ഓൾറെഡി ഗാസയിൽ നിന്നും ഏതാണ്ട് 40,000 ജനങ്ങൾ ഇതേപോലെ പലായനം ചെയ്ത് പോയിട്ടുണ്ട് എന്നുള്ള ഒരു വാർത്തയും കൂടി വരുന്നുണ്ട്. അതായത് ഇൻഡയറക്ട്ലി ഗാസയിൽ നിന്ന് ആർക്കൊക്കെ പുറത്ത് പോകണോ അവർക്കൊക്കെ പോവാം എന്നാണ് ഇസ്രായേലിൻ്റെ തീരുമാനം. ആ ഒരു ഡിക്ലറേഷൻ അനുസരിച്ചുള്ള കാര്യങ്ങളാണ് മുന്നോട്ട് നീങ്ങുന്നത്. അതായത് ഈ ഗാസ വേണ്ട, ഇവിടെ വീണ്ടും വീണ്ടും യുദ്ധങ്ങളാണ്, ഇവിടെ ഉള്ളവന്മാർ തന്നെ നമ്മളെ ജീവിക്കാൻ അനുവദിക്കില്ല. ഹമാസിനെതിരെയും അവരെ ഭരിച്ചിരുന്ന പാലസ്തീനിയൻ അതോറിറ്റിക്കെതിരെ എല്ലാം ഇവർ ആ ഒരു വെറുപ്പ് ഇവരുടെ മനസ്സിലുണ്ട്. അങ്ങനത്തെ ജനങ്ങളാണ് അവിടെ നിന്ന് പുറത്തു പോകുന്നത്. കാരണം ഇവർ ഈ ഒരു സ്ഥലം ഇസ്രായേലിന് വിട്ടുകൊടുക്കത്തുമില്ല. ഇസ്രായേലിൻ്റെ ഉള്ളിൽ സമാധാനമായിട്ട് അറബ് മുസ്ലിംസ് എങ്ങനെയാണോ ജീവിക്കുന്നത് അതേപോലത്തെ ഒരു ജീവിത ശൈലി ഗാസയ്ക്കും സാധ്യമാണ്. പക്ഷേ അതിന് തടസ്സമുണ്ടാക്കുന്നത് ഈ ഗാസയെ ചുറ്റിപ്പറ്റി കിടക്കുന്ന ഈ സംഘടനകളാണ്. ഈ ബ്രദർഹുഡ് അനുയായികളായിട്ട് കിടക്കുന്ന ഹമാസ്, അതേപോലെ PJI എന്ന് പറഞ്ഞ പാലസ്തീനിയൻ ജിഹാദ് ഗ്രൂപ്പ്, അതുപോലെ തന്നെ പാലസ്തീനിയൻ അതോറിറ്റി, ഈ ഫത്തേ പാർട്ടി, ഇവരെല്ലാവരും കൂടി ചേർന്നിട്ടാണ് ഈ ഗാസ ജനങ്ങൾക്ക് ഈ ഒരു ദുരനുഭവം സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത് വർഷങ്ങളായിട്ട്. അപ്പോൾ ആ ഒരു തിരിച്ചറിവ് കൊണ്ടാണ് കുറേ ജനങ്ങൾ ഇവിടെ നിന്നും പലായനം ചെയ്ത് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. അവർ തീർച്ചയായിട്ടും പലായനം ചെയ്ത് പോകുന്നുണ്ട്. അത് ഇസ്രായേലിൻ്റെ അടുത്ത് സീക്രട്ടായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ആ റിപ്പോർട്ട് പ്രകാരം ആൾക്കാരെ തിരഞ്ഞെടുത്ത് കൃത്യമായിട്ട് അവർ കയറ്റി അയച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഒരു സൈഡിൽ നടക്കുന്നത്. അതുപോലെ ഇന്ത്യയുടെയും അമേരിക്കയുടെയും നേവൽ ചീഫ് രണ്ടുപേരും തമ്മിൽ ചർച്ച നടത്തിയിട്ടുണ്ട്. ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഡീപ്പ് ആൻഡ് ഇൻഡോ പസഫിക് സെക്യൂരിറ്റി റിലേഷൻഷിപ്പ്, ഇൻഡോ പസഫിക് റീജിയനിലുള്ള ആ ഒരു സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ടാണ് ഈ ഒരു ചർച്ച നടത്തിയതായിട്ട് പറയുന്നത്. അതുപോലെ ഇന്ത്യയും ഫ്രാൻസും ഒരുമിച്ച് ഒരു ബൈലേറ്ററൽ എക്സസൈസ് ഗരുഡ 25 എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത്. ഗരുഡ 25 എന്ന് വിളിക്കുന്നത് ഇന്ത്യയുടെ എയർഫോഴ്സും ഫ്രഞ്ച് എയർഫോഴ്സും തമ്മിലാണ് ഈ ഒരു എക്സസൈസ്, ജോയിൻറ്റ് എക്സസൈസ് നടത്തുന്നത്. ഫ്രാൻസിലുള്ള മോണ്ടെമർസാൻ എയർബേസിലാണ് ഈ ഒരു എക്സസൈസ് ഗരുഡ 25 കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. അതായത് 16-ാം തീയതി മുതൽ ഇന്ന് മുതൽ 27-ാം തീയതി വരെ ഈ ഒരു 10-11 ദിവസത്തേക്കാണ് ഈ ഒരു ബൈലേറ്ററൽ എക്സസൈസ് നടക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് പ്രധാനമായിട്ടും 2 തരത്തിലുള്ള എയർക്രാഫ്റ്റുകളാണ് ഇതിനകത്ത് പങ്കെടുക്കുന്നത്. ഇതിനകത്ത് Su-30 MKI എന്ന് പറഞ്ഞ ഇന്ത്യയുടെ സൈഡിൽ നിന്നുള്ള ആ റഷ്യൻ മെയ്ഡായിട്ടുള്ള ആ സാധനം അവിടെ ഇറങ്ങും. അതുപോലെ തന്നെ ഫ്രാൻസിൻ്റെ റഫേൽ ഫൈറ്റർ ജെറ്റും അവിടെ ഉണ്ടാവും. രണ്ടും തമ്മിലുള്ള ഒരു കോമ്പറ്റീഷൻ ആയിരിക്കും അവിടെ നടക്കാൻ പോകുന്നത്. ശരിക്കും റഫേൽ എക്സ്പീരിയൻസ് ഇന്ത്യക്കുമുണ്ട്, ഫ്രാൻസിനുണ്ട്. Su-30 MKI എന്ന് പറയുന്നത് ഇന്ത്യ വളരെ എഫക്റ്റീവായിട്ട് റഫേലിനും ഒരു പടി മുകളിൽ ഒരു പ്രകടനം കാഴ്ചവെക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അത്ര എക്സ്പീരിയൻസ് ഉണ്ട് ഇന്ത്യൻ എയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്ക് Su-30 MKIയിൽ. അതിൻ്റെ ഒരു മികച്ച പ്രകടനം കൂടി നമുക്കവിടെ പ്രതീക്ഷിക്കാവുന്നതാണ്.
അപ്പോൾ എന്തായാലും ഒരു വ്യത്യസ്ത തരത്തിലുള്ള ഒരു അനുഭവമായിരിക്കും. കാരണം രണ്ടും രണ്ട് തരത്തിലുള്ള സ്പെസിഫിക്കേഷൻസ്, ടെക്നോളജി, ഒന്ന് യൂറോപ്പ് മറ്റൊന്ന് ഏഷ്യ, ആ രീതിയിൽ രണ്ട് ബോർഡർ വരച്ച് നിൽക്കുന്ന രണ്ട് രാജ്യങ്ങളുടെ എയർക്രാഫ്റ്റ് ടെക്നോളജിയാണ് ഇവിടെ സംയോജിപ്പിച്ച് ഈ ഫ്രാൻസും ഇന്ത്യയും തമ്മിൽ ഈ ഒരു എയർ സ്പേസ് ബൈലേറ്ററൽ എക്സസൈസ് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഈ ഒരു എക്സസൈസ് കഴിയട്ടെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനെക്കുറിച്ചുള്ള ഒരു വിലയിരുത്തൽ നടത്താം. റഷ്യയുടെ നേവൽ പ്രസൻസ് ഇന്ത്യൻ ഓഷന്റെ റീജിയനിൽ അനുഭവപ്പെട്ടു. അത് വേറെ ഒന്നും കൊണ്ടല്ല, റഷ്യയും മ്യാൻമറും കൂടി ചേർന്നിട്ട് ഒരു ജോയിന്റ് നേവൽ എക്സസൈസ് നടത്തുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയുടെ ആൻഡമാൻ റീജിയനിൽ റഷ്യൻ ഷിപ്പുകൾ വന്നു പോയത്. അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിൽ ബോർഡർ ക്ലോസ് ചെയ്തതുകൊണ്ട് ശരിക്കും അഫ്ഗാനിസ്ഥാൻ ഇപ്പം ചാബഹാർ പോർട്ട് വഴിയാണ് അവരുടെ ട്രാൻസ്പോർട്ടേഷൻ, ചരക്ക് നീക്കം മുഴുവനായിട്ട് അവർ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അവിടെ ഇച്ചിരി തിരക്കുണ്ട്. തിരക്കെന്ന് പറഞ്ഞാൽ അത്ര സ്മൂത്ത് അല്ല, കാരണം ഒരു രാജ്യത്തിനുള്ളിലേക്ക് പോകുന്ന കംപ്ലീറ്റ് കാര്യങ്ങളും ബ്ലോക്ക് ആയിരിക്കുകയാണ്. ഇത് അഫ്ഗാനിസ്ഥാന് കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നിരുന്നാലും പാകിസ്ഥാൻ്റെ ആ ഒരു റിലേഷൻഷിപ്പ് വേണ്ട എന്ന് തന്നെയാണ് അഫ്ഗാനിസ്ഥാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇത്തിരി ബുദ്ധിമുട്ട് വന്നാലും കുഴപ്പമില്ല, ഇച്ചിരി ലോങ് റൂട്ട് എടുക്കേണ്ടി വന്നാലും വിഷയമൊന്നുമില്ല, ഞങ്ങൾ ചാബഹാർ പോർട്ട് വഴി തന്നെ കാര്യങ്ങൾ നിയന്ത്രിച്ചോളാം, ഞങ്ങളുടെ ചരക്ക് നീക്കം അതുവഴി തന്നെ നടക്കട്ടെ എന്നാണ് അഫ്ഗാനിസ്ഥാൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് ഇന്ത്യയെക്കുറിച്ച് ഒരു റൂമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാൻ ഇന്ത്യയെക്കുറിച്ച് പറയുകയാണ്, ഹൈഡ്രജൻ ബോംബ് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യ കളമിറങ്ങുകയാണ്. അതായത് ഏത് നേരത്ത് വേണമെങ്കിലും ഇന്ത്യ ഹൈഡ്രജൻ ബോംബ് പരീക്ഷിച്ചേക്കാം എന്നാണ് അവർ പറയുന്നത്. ഈ ഒരു വാർത്ത ശരിക്കും മറ്റാരും പറഞ്ഞിട്ടില്ല, ഇന്ത്യയും പറഞ്ഞിട്ടില്ല, ലോകത്തുള്ള ഒരു മാധ്യമങ്ങളും ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല. പക്ഷേ പാകിസ്ഥാൻ ഇത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നു. അവരുടെ മാധ്യമങ്ങളിലൂടെ ഈ ഫേക്ക് ന്യൂസ് ഇങ്ങനെ പടർത്തി വിടുകയാണ്. ഇത് എന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാൻ എന്തിനോ വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഫോർ എക്സാമ്പിൾ, ഇതിൻ്റെ ഫാക്ട് നമ്മൾ ഇന്ത്യക്കുള്ളിൽ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യ എപ്പോഴും കുറച്ച് ലോ പ്രൊഫൈൽ കീപ്പ് ചെയ്യുന്ന കൂട്ടത്തിലാണ്. അതായത് ഈ വക കാര്യങ്ങളിൽ, ഈ മിസൈൽ ആയിക്കോട്ടെ, അതേപോലെ ICBM ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഇതേപോലെ ആണവായുധങ്ങൾ പരീക്ഷിക്കുന്നതിലായിക്കോട്ടെ, എല്ലാത്തിനും ഇന്ത്യ കുറച്ച് ലോ പ്രൊഫൈലാണ് കീപ്പ് ചെയ്യുന്നത്. നമ്മൾ ഇതിൻ്റെ ഒരു ഫാക്ട് ചെക്ക് നടത്തി കഴിഞ്ഞാൽ ഇന്ത്യക്ക് ഹൈഡ്രജൻ ബോംബ് ഉൽപ്പാദിപ്പിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ് ഉണ്ട്, ഇല്ല എന്നില്ല. പക്ഷേ അമേരിക്ക, ചൈന, റഷ്യ പോലത്തെ രാജ്യങ്ങളാണ് ഈ ഹൈഡ്രജൻ ബോംബ് വികസിപ്പിച്ചുകൊണ്ട് ഗ്ലോബൽ പവർ എന്നുള്ള നിലയിൽ ഒരു കോമ്പറ്റീറ്റർ ആയിട്ട് ഇങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോരടിച്ച് മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഇന്ത്യ ആ കൂട്ടത്തിൽ ചേരാറില്ല. ഇന്ത്യയുടേതായിട്ടുള്ള ഒരു യുണീക്നെസ് എല്ലാത്തിലും കാണിക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ, നമുക്ക് ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. അഗ്നി 5 ബിയോണ്ട് 5000 കിലോമീറ്റർ റേഞ്ചിൽ പോയിട്ട് അറ്റാക്ക് നടത്താനുള്ള കപ്പാസിറ്റി ഉണ്ട്. അഗ്നി 5 ഇൻഫാക്ട് ഒരു ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ തന്നെയാണ്, ICBM തന്നെയാണ്. പക്ഷേ ഇന്ത്യ ഇപ്പോഴും അഗ്നി 5 എന്ന് പറയുന്നതിനെ ഒരു 4000+ കിലോമീറ്റർ ആ ഒരു റേഞ്ചിൽ തന്നെയാണ് എപ്പോഴും പരീക്ഷണം നടത്തിയിട്ട് ആ ഒരു റിപ്പോർട്ട് സ്റ്റേറ്റസ് എപ്പോഴും അപ്ഡേറ്റ് ചെയ്യുന്നത്. കാരണം എന്താണ്, നമ്മൾ അതിൻ്റെ മുകളിൽ റിപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ എന്നൊക്കെ പറയുന്നത് നമ്മൾ യുദ്ധസമാന സാഹചര്യങ്ങളിൽ വരുമ്പോൾ മാത്രം യൂസ് ചെയ്യുന്ന ഒരു സംഗതിയാണ്. നമ്മൾ അതിലുപരിയായിട്ട് നമ്മുടെ അടുത്ത് ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ആ ഒരു റിസർച്ച് വർക്ക് അവിടെ വെച്ച് നിർത്തേണ്ടി വരും. കാരണം അതിലുപരിയായിട്ട് നമ്മൾ എന്തെങ്കിലും റിസർച്ച് വർക്കുകൾ നടത്തുകയും പിന്നീട് നമ്മൾ ഈ ആയുധങ്ങൾ വികസിപ്പിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പിന്നീട് പല രാജ്യങ്ങളും നമുക്കെതിരെ സാങ്ഷൻസും പല രീതിയിലുള്ള ഉപരോധങ്ങളും ഇൻഡയറക്റ്റ് ആയിട്ടുള്ള പല കുത്തിത്തിരിപ്പുകളൊക്കെ നമുക്കെതിരെ നടത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഈ സാഹചര്യത്തിലാണ് ഇന്ത്യ ഈ ഒരു വിഷയത്തിൽ എപ്പോഴും ലോ പ്രൊഫൈൽ കീപ്പ് ചെയ്യുന്നത്. നമ്മൾ മെയ് 18 1974 ലാഫിംഗ് ബുദ്ധ എന്ന് പറഞ്ഞിട്ട് ഈ ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട ആദ്യത്തെ ഒരു പരീക്ഷണം നടത്തുന്നത്. ഈ പരീക്ഷണം നടത്തുന്ന സമയത്ത് നമ്മൾ ഈ ഒരു മിസൈൽ ടെക്നോളജിയൊക്കെ നമ്മൾ പരീക്ഷിച്ചു. അപ്പോഴും നമ്മൾ ഈ ഒരു ആണവായുധത്തിന്റെ ഈ വാർഹെഡ് നിർമ്മിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ടെക്നോളജി നമ്മുടെ കയ്യിലില്ലായിരുന്നു, അതിന് പര്യാപ്തമല്ലായിരുന്നു നമ്മൾ. അതാണ് ഇതിന്റെ യാഥാർത്ഥ്യം. നമ്മൾ മിസൈലൊക്കെ പരീക്ഷണം നടത്തി 74, നമ്മൾ ഈ വാർഹെഡ് നിർമ്മിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഫുൾ ടെക്നോളജി അഡോപ്റ്റേഷനുമായിട്ട് സ്വന്തമായി നിർമ്മിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉള്ള രാജ്യമായിട്ട് മാറിയില്ലായിരുന്നു ഇന്ത്യ. അതാണ് യാഥാർത്ഥ്യം. നമ്മൾ 74 പരീക്ഷിച്ചു എന്നുള്ള അവകാശവാദമൊക്കെ പറയുമ്പോഴത്തേക്കും പക്ഷെ അതിന്റെ ഫാക്ട് ഇതാണ്. പിന്നീട് നമ്മൾ എപ്പോഴാണ് പൂർണ്ണമായിട്ട് നമ്മളൊരു വാർഹെഡ് നിർമ്മിക്കാനുള്ള കപ്പാസിറ്റി നേടിയെന്ന് പറഞ്ഞാൽ 1998 നമ്മൾ പരീക്ഷണം നടത്തിയപ്പോഴാണ്. മെയ് 11 13 ഈ 2 ദിവസങ്ങളിലായിട്ട് നമ്മൾ പരീക്ഷണം നടത്തി. 1998 നമ്മൾ പൂർണ്ണമായിട്ടും ഈ ഒരു ടെക്നോളജി അക്യൂർ ചെയ്ത് ഇൻഡജീനിയസ് ആയിട്ട് തന്നെ നമുക്ക് നിർമ്മിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട് എന്നുള്ളത് പ്രൂവ് ചെയ്തത്. അപ്പോൾ ആ സമയത്ത് ഇന്ത്യ പറഞ്ഞിരുന്നത് ഞങ്ങൾ ആണവായുധവും അതേപോലെ തന്നെ ഹൈഡ്രജൻ വാർഹെഡും കൂടി ഘടിപ്പിച്ച് പരീക്ഷണം നടത്തി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഓക്കെ, നിങ്ങൾ ആണവായുധ പരീക്ഷണം നടത്തി, അതിന്റെ പ്രകമ്പനങ്ങളും അതിന്റെ കാര്യങ്ങളൊക്കെ മെഷർ ചെയ്യാൻ പറ്റി എന്നാണ് പല രാജ്യങ്ങളും റിപ്പോർട്ട് ചെയ്തത്. അതിന്റെ കാര്യങ്ങൾ മെഷർ ചെയ്യാൻ പറ്റി എന്ന് പറഞ്ഞാൽ ഈ എർത്ത്ക്വേക്ക് ഒക്കെ മെഷർ ചെയ്യുന്ന ചില ടീമുകളുണ്ട്. അവരാണ് കൃത്യമായിട്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ ഇത്ര മാഗ്നിറ്റ്യൂഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിനെ മെഷർ ചെയ്തിട്ട് ഓക്കെ ഈ ഒരു പരിസരത്ത് ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട് എന്നുള്ളതിനെ കുറിച്ചുള്ള കൺഫർമേഷൻസ് ഒക്കെ കൊടുക്കുന്നത്. പക്ഷെ അതേസമയം
ഹൈഡ്രജൻ ബോംബ് പരീക്ഷിക്കുന്ന രീതിയിലുള്ള കപ്പാസിറ്റി ഇന്ത്യക്ക് ആയിട്ടില്ല എന്നാണ് പലരും വിചാരിക്കുന്നത്. കാരണം ഹൈഡ്രജൻ ബോംബ് എന്ന് പറയുമ്പോഴത്തേക്കും അതിനകത്ത് പലതരത്തിലുള്ള എഫക്റ്റ് ഉണ്ട്. അണുബോംബിനും ഹൈഡ്രജൻ ബോംബിനുമുള്ള വ്യത്യാസം എന്താണ്? ഇത് അണുബോംബ് എന്ന് പറയുമ്പോഴത്തേക്കും ന്യൂക്ലിയർ ഫിഷൻ ആണ്. അവിടെ ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ന്യൂക്ലിയസിനെ, ഒരു ആറ്റത്തിനെ സ്പ്ലിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുന്ന സമയത്ത് ആ ആറ്റം പുറപ്പെടുവിക്കുന്ന ആ ഒരു എനർജി ഉണ്ട്. ആ എനർജിയുടെ ഇമ്പാക്റ്റ് ആണ് ഈ ന്യൂക്ലിയർ ബോംബ് എന്ന് പറയുന്നത്. പക്ഷെ നേരെ ഹൈഡ്രജൻ ബോംബ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ ആറ്റത്തിനെ ഫ്യൂഷൻ ചെയ്യുകയാണ് അവിടെ. അപ്പോൾ ഈ ഫ്യൂഷൻ എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ കൂട്ടിച്ചേർക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ആറ്റം കൂടിച്ചേരുമ്പോൾ ഉണ്ടാകുന്ന എനർജി, ആ എനർജി ആറ്റം സെപ്പറേറ്റ് ആകുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന എനർജിയെക്കാളും ഇരട്ടിയാണ് ആറ്റത്തിനെ ഒന്നിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ഈ ഹൈഡ്രജൻ ബോംബിന്റെ ഇമ്പാക്റ്റ്. അതായത് ആറ്റം ചേർന്ന സമയങ്ങളെല്ലാം ഇതിന്റെ എനർജി ഇങ്ങനെ ബ്ലാസ്റ്റ് ആയിക്കൊണ്ടേ വരും. അപ്പൊ അങ്ങനെ മൾട്ടിപ്പിൾ ടൈംസ് അവിടെ ഇമ്പാക്റ്റ് ഉണ്ടാവും. ആ ഒരു എഫക്റ്റ് അല്ല ഈ അണുബോംബ് ഇടുന്ന സമയത്ത് ഉണ്ടാകുന്നത്. അപ്പൊ ഈ ഹൈഡ്രജൻ ബോംബിനും അണുബോംബിനും ഈ ഒരു വ്യത്യാസമുണ്ട്. അപ്പോൾ ഹൈഡ്രജൻ ബോംബ് മാസീവ് ആയിട്ടുള്ള ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് ഹൈഡ്രജൻ ബോംബിനെ മെഷർ ചെയ്യുമ്പോഴത്തേക്കും സബ് കിലോ ടൺ അങ്ങനെയാണ് ഇതിനെ മെഷർ ചെയ്യുന്നത്. ഇതിന്റെ വോളിയം ഓഫ് ആ ഒരു മാസ് അതാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പം അതിലുപരിയായിട്ട് 40 മുതൽ 45 കിലോ ടൺ ആ ഒരു എഫക്റ്റീവിലാണ് ഇതിന്റെ ഇമ്പാക്റ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ ആ രീതിയിൽ കപ്പാസിറ്റി ഇന്ത്യക്ക് ഉണ്ടോ എന്ന് വെച്ചാൽ ഇന്ത്യക്ക് ഉണ്ട്, ഇല്ലാന്നില്ല. അപ്പോൾ ഈ ഹൈഡ്രജൻ ബോംബിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ പുതിയ തലങ്ങളിലാണ് റിസർച്ച് നടത്തുന്നത്. പുതിയ തലങ്ങൾ എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ ബോംബിന്റെ മിനിയേച്ചേഴ്സ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, ചെറിയ അതായത് വാണിജ്യ അടിസ്ഥാനത്തിൽ ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കോമ്പാക്റ്റ് ആയിട്ടുള്ള ഡിസൈനുകൾ ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകാമെന്നാണ് ഇന്ത്യ ആ രീതിയിലാണ് ചിന്തിക്കുന്നത്. അതിലുപരിയായിട്ട് ഈ മറ്റുള്ളവർ വിചാരിക്കുന്ന പോലെ ഈ അണുബോംബ് തന്നെ ആർക്കും തന്നെ പെട്ടെന്ന് കൂടി ഇടാൻ പറ്റത്തില്ല. പിന്നെയാണ് ഹൈഡ്രജൻ ബോംബ് ഉണ്ടാക്കി വെച്ചിട്ട് അതൊക്കെ ഒരു പവറിന് വേണ്ടിയിട്ട് ഒരു പവർ പൊളിറ്റിക്സിന്റെ ഭാഗമായിട്ട് ജിയോ പൊളിറ്റിക്സിൽ ഇമ്പോർട്ടൻസ് കിട്ടുന്ന രീതിയിൽ ഉണ്ടാക്കി വെക്കാം എന്നുള്ളതിലുപരിയായിട്ട് അതൊന്നും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല നിലനിൽക്കുന്നത്. പിന്നീട് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇന്ത്യ ഇതിന്റെ ആ ഒരു ടൺ ഭാരം 40 മുതൽ 45 എന്നുള്ളതിന് പകരം ഇന്ത്യ 30 മുതൽ 35 എന്നുള്ള രീതിയിലാണ് പരീക്ഷണം നടത്തിയതായിട്ടും ഹൈഡ്രജൻ ബോംബ് നിർമ്മിക്കാനും അത് പ്രവർത്തിപ്പിക്കാനുമുള്ള കപ്പാസിറ്റി നമ്മുടെ അടുത്ത് ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത് നിങ്ങൾ മനസ്സിൽ വെച്ചോളൂ. പിന്നെ നമ്മൾ അതിന്റെ പുറകിൽ ഇറങ്ങി തിരിക്കുന്നില്ലെന്ന് മാത്രം. കാരണം അത് നമ്മൾ ആ രീതിയിലല്ല നമ്മൾ ചിന്തിക്കുന്നത്. നമ്മൾ എക്കണോമിക്കലി മുന്നോട്ട് ഒരുപാട് പോകേണ്ടതുണ്ട്. നമ്മൾ വ്യാപാരത്തിലാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. നമ്മൾക്ക് നമ്മുടെ രാജ്യത്തിനെ മുന്നോട്ട് പുരോഗതിയിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. പ്രത്യേകിച്ചും എക്കണോമിക്കലി നമുക്ക് കൂടുതലായിട്ടുള്ള പുരോഗതി വരേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ത്യയുടെ പ്രൊഫൈൽ ഈ മേഖലയിൽ ലോ പ്രൊഫൈലായിട്ട് കീപ്പ് ചെയ്യുന്നത്. പാകിസ്ഥാൻ ഇപ്പോൾ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അവർക്ക് എന്തോ മാസീവായിട്ട് ചെയ്യാനുള്ള ഒരു താല്പര്യമുണ്ട്. കാരണം നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്താലും പാകിസ്ഥാൻ അതിനെ ഇമിറ്റേറ്റ് ചെയ്യുന്ന ഒരു സ്വഭാവമുണ്ട്. അവർക്ക് ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റാതെ പോകുന്ന പറഞ്ഞാൽ ഈ സ്പേസ് മേഖലയിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ISROയുടെ അടുത്ത് പോലും എത്താൻ പറ്റുന്നില്ല. ഇന്ത്യ പെർഫോം ചെയ്യുന്ന പല മേഖലകളിലും അവർക്ക് അടുത്തുകൂടി പോലും വരാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പൊ ആ സാഹചര്യത്തിൽ ഇപ്പൊ നമ്മളൊരു മിസൈൽ വാങ്ങിച്ചാൽ അവർ അതേപോലെ ഒരു മിസൈൽ ചൈന എടുത്തോ എവിടെയെങ്കിലും തട്ടിക്കൂട്ടി വാങ്ങിച്ചു വെക്കും. നമ്മളൊരു എയർ ഡിഫൻസ് സിസ്റ്റം വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിന് പകരമായിട്ട് അവർ വേറെ എന്തെങ്കിലുമൊക്കെ ഒരു എയർ ഡിഫൻസ് എവിടെയെങ്കിലൊക്കെ തട്ടിക്കൂട്ടി വാങ്ങിച്ചു വെക്കും. അപ്പൊ ആ രീതിയിലാണ് അവർ പ്രവർത്തിക്കുന്നത്. അപ്പൊ ആ സാഹചര്യത്തിൽ ഇപ്പം പാകിസ്ഥാന്റെ ഉള്ളിൽ ഒരു പൊളിറ്റിക്കൽ ചേഞ്ച്, അവിടെ ശരിക്കും ഈ അസീം മുനീറിനെ ഒരു സുപ്രീം ലീഡറായിട്ട് പണ്ടുള്ള പല നേതാക്കൾക്കും ഇല്ലാത്ത രീതിയിലുള്ള ഒരു പവർ, അതായത് യഹിയ ഖാനിന് ഇല്ലാത്ത പവർ, ഇതേപോലത്തെ പല ലീഡേഴ്സിനും ഇല്ലാത്തൊരു പവറാണ് ഈ സുപ്രീം പവർ അസീം മുനീറിന് ഇപ്പോൾ എടുത്തങ്ങ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഈ ഒരു ബിസ്ക്കറ്റ് കിട്ടിയത് കൊണ്ട് തന്നെ അസീം മുനീർ ഇപ്പൊ എന്താണ് ചിന്തിക്കുന്നത് പറഞ്ഞാൽ ഒരു ഡിക്റ്റേറ്ററായിട്ട് മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ആ രീതിയിൽ ഇപ്പോൾ ഒരു അൾട്ടിമേറ്റ് പവർ കൊടുത്തു കഴിഞ്ഞാൽ അയാൾ തീർച്ചയായിട്ടും ഒരു സുപ്രീമസി എടുത്തുകൊണ്ട് ഒരു ഡിക്റ്റേറ്റർഷിപ്പിലേക്ക് ആ രാജ്യത്തിനെ നയിക്കും. അങ്ങനെ നയിക്കുന്ന സമയത്തേക്ക് ഇന്ത്യക്കെതിരെ ഏത് സാഹചര്യത്തിലും അയാൾ യുദ്ധത്തിൽ ഏർപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ ഇന്ത്യ പരീക്ഷണം നടത്തുമെന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ഉള്ളിലേക്ക് ആണവായുധം, ഹൈഡ്രജൻ ബോംബ് ഇതേപോലുള്ള പരീക്ഷണങ്ങൾ നടത്താൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പോ അല്ലെങ്കിൽ അതും പറഞ്ഞ ജനങ്ങളെ പറ്റിക്കുന്നതിനുള്ള ഏർപ്പാടോ ആയിരിക്കാം. അതാണ് പാകിസ്ഥാൻ പടച്ചുവിടുന്ന ഇന്ത്യക്കെതിരെ ഇന്ത്യയെക്കുറിച്ചുള്ള ഇമാതിരിയുള്ള നറേറ്റീവ്സ്. അപ്പോൾ എന്തായാലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയമാണ് ഈ വീഡിയോയിൽ ഞാൻ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.